നമ്മുടെ നാട്ടിലെ ബംബിളൂസ് നാരങ്ങ നോക്കിയേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പം ഇന്ന് നമുക്ക് നല്ല കാലാവസ്ഥയാണ്, +2 ആണ്. അപ്പോൾ ഈ ഒരാഴ്ചയിൽ ചില ദിവസങ്ങളിൽ പ്ലസ് ഒക്കെ പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒന്ന് പുറത്തിറങ്ങാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്ട്രോളറിലാണ് പുറത്ത് കൊണ്ടുപോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങുന്നത് വളരെ കുറവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങനെ നമ്മൾ ഇതുവരെ അങ്ങനെ സ്ട്രോളറിൽ പുറത്ത് പോയിട്ടില്ല. മിക്കപ്പോഴും കാർ സീറ്റിൽ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കാർ സീറ്റിലാണ്, നമ്മൾ കാറിലാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്ട്രോളറിൽ പോകുന്നത്. അപ്പോൾ അമ്മയുണ്ട് കൂടെ. അപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. തൊട്ടടുത്താണ്, ഒരുപാട് സമയമൊന്നുമില്ല. അപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ട്വിൻസ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും സ്ട്രോളറിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പോണ വഴിക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. പോകുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് യാത്ര ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ആണെങ്കിൽ നമ്മൾ ബസ്സിനൊന്നും പോകേണ്ട ആവശ്യമില്ല, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നടന്നാണ് കേട്ടോ പോകുന്നത്. ചെറിയ കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ കുഞ്ഞുങ്ങളെ ഞാനിപ്പോൾ എന്തായാലും കാണിക്കുന്നില്ല കേട്ടോ ആരെയും. അപ്പോൾ ഞങ്ങളുടെ 2 എന്തുള്ള സ്ട്രോളറാണ്, ഡബിൾ സ്ട്രോളറാണ്. അപ്പം മുഖത്തേക്ക് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഒരാൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കിടന്നുറങ്ങുന്നുണ്ട്, ഒരാളിൽ മുകളിലുമാണ്. പിന്നെ ആണെങ്കിൽ നമുക്കൊരു സിഗ്നലുണ്ട് ക്രോസ് ചെയ്യാനായിട്ട്. നമുക്ക് ബസ്സിലൊക്കെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്ട്രോളറിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 വയസ്സിലൊക്കെ താഴെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് സ്ട്രോളറിൽ കൊച്ചുങ്ങളെ കൊണ്ടുപോകാൻ നമുക്ക് ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ബസ്സിലൊന്നും അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പുറത്തിങ്ങനെ പോകുന്നത്. പിന്നെ ഇവിടെ ഒരു സിഗ്നലുണ്ട്, ആ സിഗ്നൽ ക്രോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇവിടെ സിഗ്നലാണ്. അപ്പോൾ സിഗ്നലിൽ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് ക്രോസ് ചെയ്യാനായിട്ടുള്ള സിഗ്നൽ അവിടെ തെളിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എടുക്കാനുള്ള ആൾക്കാർക്ക് നടക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ അപ്പോൾ തന്നെ അത് സിഗ്നൽ മാറും, ചിലപ്പോൾ 2 സെക്കൻഡ് എടുക്കും, 2 മിനിറ്റ് എടുക്കുമായിരിക്കും. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഏതൊരു വണ്ടി കേടായിട്ട് അവർ സർവീസ് വിളിച്ചു വരുത്തിയേക്കുന്നതാണ്. ഇനി ആ വണ്ടി അവർ വന്ന് വലിച്ചുകൊണ്ട് പോകും. വണ്ടി നന്നാക്കുന്ന ആൾക്കാരാണ് കേട്ടോ. നമുക്കിങ്ങനെ വണ്ടിയൊക്കെ കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതുകൾ വിളിക്കാം. അപ്പോൾ അവരൊന്ന് വണ്ടി റിപ്പയർ ചെയ്യും, അതുപോലെ തന്നെ വണ്ടി വന്ന് അവർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഞാൻ ഞെക്കിയിട്ടും സിഗ്നൽ ഇതുവരെ മാറിയിട്ടില്ല. അമ്മ പറയാണ് ഇപ്പം നമുക്ക് വന്നേ. അപ്പോൾ അമ്മയ്ക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ +3 ആയാലും അമ്മ പറയണത് നല്ല തണുപ്പാണെന്നാണ്. പിന്നെ സ്നോയൊക്കെ ഇവിടെ കിടക്കണോണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം തണുപ്പ് ഫീൽ ചെയ്യണം, എന്നാലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, ഇനി നമുക്ക് ഷോപ്പിൽ ചെന്നിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം കേട്ടോ. നമുക്ക് വില വിവരങ്ങളൊക്കെ ഒന്ന് നോക്കാം, സാധനങ്ങളുടെയൊക്കെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഷോപ്പിങ്ങിന് പോകുമ്പോൾ കാണിക്കാം. ഞാനിപ്പോൾ പോകാൻ പോകുന്നത് ഫിൻലൻഡിലെ എസ് മാർക്കറ്റിലാണ്. അപ്പം ഈ എസ് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ എസ് ബാങ്കിൻ്റെ കാർഡാണൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ കാർഡ് എടുക്കുമ്പോൾ ആ കാർഡ് വെച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു പെർസെൻറ്റേജ് നമുക്ക് ഇതുപോലെ കിട്ടും, ഡിസ്കൗണ്ട് പോലെ കിട്ടും. അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കത് കാണാം. വീടുകൾക്ക് ഇങ്ങനെ മതിലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതേപോലെ മരങ്ങൾ വെച്ച് ചെറിയ കുറ്റിച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ഇതാണ്. ഇങ്ങനെ വീടുകൾ ഈ വഴിയുടെ നേരെ ആണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് എപ്പോഴും അപ്പുറത്തെ സൈഡിലേക്കായിരിക്കും. ഒരിക്കലും റോഡിലേക്കുള്ള ഫ്രണ്ട് ഒന്നും അധികം നമുക്ക് കാണാൻ പറ്റില്ല. മിക്കതും അവരുടെ ഫ്രണ്ട് ബാക്ക് അപ്പുറത്തേക്കായിരിക്കുള്ളൂ.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എസ് മാർക്കറ്റിലെത്തി. അപ്പോൾ ഇവിടെ നമുക്കൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്, പെട്രോൾ പമ്പ്. അവിടെ ABC-യുടെ പെട്രോൾ പമ്പാണ്. പിന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു ATM കൗണ്ടറുണ്ട്, ചെറിയൊരു ATM ആണ്. പിന്നെ നമുക്ക് ഇവിടെ സൈക്കിളുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ്. ഇവിടെ ഒരു കോളേജ് ഉണ്ട്, അതുകൊണ്ട് ചെറിയൊരു ഒരു പ്രൊഫഷണൽ കോളേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ വരുന്നതാണ്. അത് പോസ്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ, പോസ്റ്റിന്. അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഓൾറെഡി നമ്മൾ പ്ലസ് ആയതുകൊണ്ട് തന്നെ ഇതിവിടെ ഐസൊക്കെ മെൽട്ടാവുന്നുണ്ട്, വെള്ളം കാണാം. നമുക്ക് അകത്തേക്ക് ഇറക്കാം. നമുക്ക് കുപ്പി റീപ്ലേസ് ചെയ്യാനുള്ള മെഷീനാണ് കേട്ടോ അത്. ഇവിടെ നമുക്ക് ഒരു ബോക്സ് എടുക്കാം. ഇത് പിടിച്ചോ, ഞാനുണ്ടോ എൻ്റെ കൂടെ വാ. നമുക്ക് ഇവിടെ ബുഫേ സ്റ്റൈലിൽ ഫുഡ് ഇവിടെയുണ്ട്. നമുക്ക് ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വന്നാലും ഇവിടെ ഫുഡ് ഉണ്ടാവും, നമുക്കത് എടുക്കാം. ഇത്ര ഗ്രാം 100 ഗ്രാമിന് 1.49 യൂറോയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 1 kgക്ക് 14 യൂറോ. എല്ലാ ടൈപ്പ് ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിസ്സ, ബർഗർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ജ്യൂസ് ഐറ്റംസ് ഫ്രഷ് ആയിട്ടുള്ളത്. പിന്നെ ഇത് സ്നാക്സുകൾ കേട്ടോ. അതൊക്കെ നമുക്ക് ചെറിയ വില 0.75 സെൻറ്റാണ് ഒരെണ്ണത്തിനുള്ളത്. പഴം എടുക്കണ്ട, പഴത്തിന് എത്രയാണ്? 1.99. എടുക്കണേ എടുത്തോ. ഒരു പഴം എന്തായാലും വന്നാലേ. പച്ച എടുക്കണോ? എടുക്കണ്ട, തീരെപ്പെട്ട ഇത് മതിയാ. ഇതെടുക്കാം. എത്ര നമ്പർ അത് മതിയാണ് മുകളിൽ? 1 കവർ അതല്ല, 1.99. ഫ്രൂട്ട്സ് ഇത് ഒരു ബാഗ് വെച്ചിട്ടുണ്ട് അതിൻ്റെയാണ്. ആപ്പിളിന് 99 സെൻറ്റ്. ആപ്പിൾ വേണോ? നമ്മുടെ നാട്ടിലെ ബംബിളസ് നാരങ്ങ നോക്കിയേ, വേണ്ട. അതിനെത്രയാ? 2.79 kg per kgക്ക്. ബംബിളസ് നാരങ്ങയ്ക്ക് 2.25 യൂറോ. കളി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. കളിക്ക് വില കൂടുതലാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെയും ഫ്രൂട്ട്സ് തന്നെയാണ്. വേണോ? അങ്ങോട്ട് പോവാം, സവാളയുടെ ഇഷ്ടത്തേക്ക് പോവാം. ബ്രൊക്കോളി, സവാള തന്നെ. ഈ സവാള എടുക്കാം. അതിന് വെള്ളയ്ക്ക് വിലക്കുറവ് 89 സെൻറ്റുള്ളൂ. പല റേറ്റിൻ്റെ സവാളയുണ്ട് കേട്ടോ. നല്ലത് നോക്കി എടുത്തോ, അമ്മ എടുത്തോ. അത് കുറവാണ്, 89 സെൻറ്റുള്ളൂ. അതിനോട്ട് എടുത്തോ. ഇനി 2 ദിവസത്തേക്ക് എന്തോ കടയുണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ക്യാരറ്റ് അതൊക്കെ നമുക്കിടയിലുണ്ട്, അതൊന്നും വേണ്ട. ഉരുളക്കിഴങ്ങുണ്ട്. 95 സെൻറ്റിൻ്റെ സവാള, റെഡ് സവാള ഉണ്ട് കേട്ടോ. അത് നമ്മുടെ നാട്ടിലെ സവാളയായിട്ട് ഏകദേശം രൂപം വരും. പിന്നെ ഉരുളക്കിഴങ്ങാണ് പിന്നെ വിലക്കുറവുള്ളത്. 1.05 ഉണ്ട്. അതിന് വിലക്കുറവുണ്ട്. ചില കടകളിലൊക്കെ അതിന് വിലക്കുറവുണ്ടാവും. ഉരുളക്കിഴങ്ങ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ? വേണോ? ഉരുളക്കിഴങ്ങ് വേണോ? ഒന്നും വേണ്ട.
എന്നാൽ എടുത്തോ. ഇനിയിപ്പോൾ ഇതെടുക്കട്ടെ, ഇതിനാണ് വിലക്കുറവ്. പക്ഷെ കുഞ്ഞിതാണ് കേട്ടോ, ഇതിന് ഇച്ചിരി കൂടി വിലക്കുറവാണ്. അത് കവറിലാക്കി എടുക്കുക. അമ്മേനെ കൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് എടുപ്പിക്കുകയാണ് കേട്ടോ. അതുമ്മ ഒരു നമ്പർ എഴുതിയേക്കണം കേട്ടോ. ഇതേ ഇവിടെ ഈ നമ്പർ നോക്കിയിട്ട് ആ മെഷീനുമ്മ കൊണ്ടുപോയിട്ട് തൂക്കണം. 55 ഇതേനാ, ഇതിനകത്ത് 55 നമ്പർ അവിടെ നോക്കിയേ. ആദ്യം കെട്ട്, ആദ്യം അത് വെക്കുക, ആദ്യം വെക്കുക, എന്നിട്ട് ഞാൻ 55 ഞെക്ക്. ആ കണ്ടോ, ഇവിടെ ബില്ല് വന്നു. 73 സെൻറ്റ് ആയിട്ടുള്ളൂ ഇത്രയും ഉരുളക്കിഴങ്ങിന്. നമ്മൾ സ്ട്രോളർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സാധനങ്ങളൊന്നും എടുക്കണം. അല്ലെങ്കിൽ ഞാൻ കുറേശ്ശെ സാധനങ്ങളൊക്കെ വാങ്ങണേ. 2 ദിവസത്തേക്ക് ഷോപ്പുകളൊക്കെ എന്തോ മുടക്കമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കുറച്ച് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അതേ ബ്രെഡ് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. ബ്രെഡ് എടുക്കണ്ട, ആ ചപ്പാത്തി, ഇത് ചപ്പാത്തി അല്ല. മുട്ട എടുത്തോ, മുട്ട. ഈ മുട്ടയ്ക്ക് മുട്ടയ്ക്ക് 2.15 സെൻറ്റാണ്. പിന്നെ പിഗിന് 6.29 ഉണ്ട്, 8.90 പല വിലയാണ് എല്ലാത്തിനും. പിന്നെ വലിയൊരു പീസ് ഉണ്ട്, അതിന് 10.19 യൂറോയൊക്കെയാണ് മീറ്റ്. മീറ്റ് നമുക്ക് പല റേറ്റാണ്. ചെറിയ ക്വാണ്ടിറ്റി ഉള്ളെങ്കിൽ അതിനനുസരിച്ച് കുറഞ്ഞ ക്വാണ്ടിറ്റിയുടെ ബോക്സുകളൊക്കെ കിട്ടും. അതിനനുസരിച്ച് നമുക്ക് വില കുറവായിരിക്കും. പിന്നെ മിൻറ്റ് മീറ്റൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് അതേപോലെ തന്നെ നല്ല ഭാഗങ്ങൾക്കൊക്കെ വില കൂടുതലായിരിക്കും. ചിക്കൻ ലെഗിനായിരിക്കും ഏറ്റവും കൂടുതൽ വില കുറവ്. ഉണ്ട് 2.95 ആണ് 3 ലെഗ് പീസിന്. പക്ഷെ അതിനകത്ത് 1 കിലോയിൽ കൂടുതലുള്ളതുകൊണ്ട് 3.27 ഉണ്ടാവും അതിൻ്റെ വില. 2.95 എഴുതിയാലും വാങ്ങിക്കുമ്പോൾ അതിനും കൂടുതലുണ്ടാവും. നമുക്കുണ്ട്, അത് വേണ്ട. ചിക്കനൊക്കെ ഉണ്ട്. ചിക്കൻ്റെ കാല് മാത്രമുള്ളത് വേണ്ട, 3.99 അത്രയും. പക്ഷെ അതിന് വില കൂടുതലാണ്, 6.55 വരും. അവിടെ 1 കിലോനാണ് 3.99 ഈ കാലിന്. അത് വാങ്ങിക്കുമ്പോൾ നമുക്ക് 6 യൂറോയിൽ മുകളിൽ വരും. നമ്മളപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ വില അത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബില്ലടിക്കാൻ നേരത്തേക്കും ചിലപ്പോൾ നമ്മളത് അറിയണേ. പിന്നെ മീൻ കണ്ടോ, ലോഹി, ഇതിൻ്റെ പേര് തൊട്ടാണ് നമ്മൾ ആ ഈ മീനിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ലോഹി എന്നാണ് ഫിനിഷിൽ. അമ്മയ്ക്ക് ഓർമ്മ വന്നു. സാൽമണിന് അത് എത്ര വില കൂടിയ സാൽമൺ അല്ല, അതിനോണ്ട് 15 യൂറോൻ്റെ അതിൻ്റെ ചെറിയ പീസുകളൊക്കെ കിട്ടും. പിന്നെ ഉണങ്ങിയത് കണ്ടമ്മ 24 യൂറോ, ഉണങ്ങിയതിനാണ് പൈസ കൂടുതൽ. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഉണക്ക സാൽമണ്ണൊക്കെ 16 യൂറോൻ്റെ വേറെ ഉണ്ട്, പക്ഷെ വില കൂടിയത് 24 യൂറോൻ്റെ ഉണ്ട്. പിന്നെ മീൻ ഗ്രില്ല് ചെയ്തേക്കണതാണ്. ഇത് നമുക്ക് അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ട് അപ്പം തന്നെ തിന്നാൻ പറ്റും. ജസ്റ്റ് ചൂടാക്കിയാൽ മതി എന്ന് തോന്നുന്നുണ്ട്. കണ്ട് ഇതൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, കുക്ക് ചെയ്തതാണ് അതൊക്കെ. പാലെടുത്തിട്ട് പോവാം. എന്താണ് പിസ്സ സാധനങ്ങളൊക്കെ റെഡിമെയ്ഡ്. പിന്നെ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ നമുക്ക് റെഡിമെയ്ഡ് കിട്ടും. എല്ലാ നേരത്തെയും ഫുഡ് റെഡിമെയ്ഡ് കിട്ടും. നമുക്ക് ജസ്റ്റ് ചൂടാക്കി കഴിച്ചാൽ മതി കേട്ടോ. അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ സാലഡുകൾ, പിന്നെ പാല് നമ്മളിവിടെ നിന്ന് എടുക്കാറില്ല. പാലെടുക്കുമ്പോൾ നമ്മൾ ഫാറ്റ് കുറവുള്ളതൊന്നും നോക്കിയെടുക്കണം. പിന്നെ ഫാറ്റ് കൂടുന്നതനുസരിച്ച് വിലയും കൂടുതലായിരിക്കും. പിന്നെ ഓരോ കമ്പനികൾക്കും ഓരോ വിലയാണ്. ഇവരുടെ ഫിനിഷർ പാല് നമുക്ക് പല ടൈപ്പ് പാലുണ്ട്. കാരണം ചില പാലിന് ഫാറ്റ് കൂടുതലായിരിക്കും, കുറവായിരിക്കും. അതൊക്കെ നമ്മൾ നോക്കിയെടുക്കുക. പല കമ്പനികൾക്കും പല വിലയുള്ള പാലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവരുടെ കമ്പനിക്ക് കുറച്ചുകൂടി റേറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ഫാറ്റ് കുറവുള്ളത് നോക്കിയിട്ട് പാലങ്ങനെ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ അരിയുടെ സെക്ഷനിലേക്ക് പോവുകയാണ്. ഇത് മസാലകൾ സാധനങ്ങളൊക്കെ ഉണ്ടത് നോക്കിയാൽ മഞ്ഞപ്പൊടിക്ക് എത്ര വില എന്ന് നോക്കിയാൽ മഞ്ഞപ്പൊടിക്ക് 2.25 യൂറോ. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളത് എന്തുട്ടാ, കുരുമുളകൊക്കെ ഈ 2.25 250. നാട്ടിലൊരു
ഈ 2.25 എന്ന് പറയുമ്പോൾ ഒരു 200 രൂപ. കുറച്ച് ഇവിടേക്ക് കയറ്റി വിട്ടാലോ. പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ ചതച്ച മുളക് പൊടിയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണോ എന്ന് അറിയില്ല. പിന്നെ മുളക് പൊടിക്ക് ഇത്രയത്തിന് നമുക്ക് 1.35 യൂറോയാണ്. കാരണം ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്, ഓറിയോ ബിസ്ക്കറ്റിന് 2.15. പിന്നെ ഇത് പാസ്ത, അരി അങ്ങനെയൊക്കെയുള്ള സെക്ഷനാണ്. ഇവിടെ ഉണ്ടാവും അരി. അതുണ്ട് ചായപ്പൊടി വയ്ക്കുന്ന. ചായപ്പൊടിക്ക് നമുക്കിവിടെ പൊടിയായിട്ട് കിട്ടില്ല, ടീ ബാഗ് ഉണ്ടാവുള്ളൂ. യെല്ലോ ലേബലാണ് നമ്മളുടെ സാധാരണ ചായയുടെ ടേസ്റ്റ് ഉള്ളത്. പിന്നെ ഈ ചോക്കോ പൗഡറുകളുണ്ട് നമുക്ക്. പാസ്ത സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഇവിടെ അരി ഉണ്ടാവും. അരി നമുക്ക് ബിരിയാണി റൈസ് പോലത്തെ അരിയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. എക്സ്ട്രയുടെ റൈസാണ്. ഇതാണ് എക്സ്ട്രയുടെ 2.29 ഈ അരിക്കാണ് വിലക്കുറവുള്ളൂ. അതിനോട് വാങ്ങിക്കട്ടെ. അതാണില്ലേ കുഴപ്പമില്ല. ഇനി അടുത്ത ആഴ്ച ഈ അരി വാങ്ങാൻ ഭയങ്കര പാടാണ് ഇങ്ങോട്ട് വരല്. പിന്നെ അതേ മുളക് ഉപ്പിലിട്ടത്. അമ്മ നോക്കിയ ഉപ്പിലിട്ട സാധനങ്ങൾ. മുളക് ഉപ്പിലിട്ടതുണ്ട്. നമ്മുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. പഞ്ചസാര ചെയ്ത് അവിടെ ബ്രൗൺ ഷുഗർ ഉണ്ട് കേട്ടോ. അവിടെ ഭയങ്കര വിലയാണെന്നുള്ളു. ഈ പഞ്ചസാരയ്ക്കാണ് ഇവിടെ ഏറ്റവും വിലക്കുറവ്. 1.59. ഈ പഞ്ചസാരയ്ക്ക് വിലക്കുറവാട്ടോ. 1.49. ഇതെടുത്താൽ മതി. തൽക്കാലം ഒരു പഞ്ചസാര എടുക്കാം. വിലക്കുറവ് നോക്കിയാണ് നമ്മൾ സാധനങ്ങൾ എടുക്കണേ. എക്സ്ട്രയുടെ കമ്പനിയാണ് കേട്ടോ. ഈ എക്സ്ട്രയുടെ കമ്പനിയുടെ സാധനങ്ങൾക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിലക്കുറവ്. പിന്നെ നമ്മുടെ ട്യൂണ ഫിഷൊക്കെ നമ്മൾ ഇന്നാൾ വാങ്ങിച്ച മീനല്ലേ, ഇതിനകത്ത് ഒലിവ് ഓയിലുള്ള മീനാണ്. ഇതിന് 3.39. മീൻ ഉപ്പിലിട്ടതുണ്ട്. സോഡ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കുടിക്കുന്നൊരു സാധനമാണ് സോഡ. ഇത് നമ്മുടെ കിളികൾക്കടെയൊക്കെ തീറ്റയാണ് ഉണ്ടാവും. കിളികളുടെ തീറ്റയാണ് ആയിരിക്കണം. അപ്പോൾ കണ്ടപ്പോൾ ഇനി കാണാൻ പറ്റില്ല. ഇതൊക്കെ കിളികൾക്കുള്ള തീറ്റകളാണ്. ഇതൊക്കെ ആൾക്കാർ വാങ്ങിച്ചു കൊടുക്കും, കിളികൾക്കുള്ള തീറ്റ. പിന്നെ അതേ മുയലിൻ്റെ പുല്ല് ഉണ്ടോ. ഇത് ഡോഗ്സിൻ്റെ ഒക്കെ ടോയ്സാണ്. അതിൻ്റെ മീറ്റ്, എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട് കേട്ടോ. ഏതൊരു ചെറിയ ഷോപ്പിലായാലും ഇവിടെ എല്ലാം അവരുടെ പെറ്റ്സിനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ചോക്ലേറ്റിൻ്റെ സെക്ഷനാണ്. കുട്ടികളുടെ ആകർഷിക്കാനുള്ള ഒത്തിരി ചോക്ലേറ്റുകളിവിടെ ഉണ്ട്. വലിയവർക്കും കഴിക്കാം ഈ ചോക്ലേറ്റുകൾ. സൈഡിൽ കുട്ടികളുടെ തന്നെ മാഗസീൻ സാധനങ്ങളൊക്കെ ഇതുണ്ട്. വലിയവരുടെ ഉണ്ട് കേട്ടോ. അഡൾട്ട്സിൻ്റെ മാഗസീനുണ്ട്, കിഡ്സിൻ്റെ മാഗസീനുണ്ട്. കിഡ്സിൻ്റെ മാത്രമുള്ളൊരു സെക്ഷനാണത്. നട്ട്സുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റുന്ന നട്ട്സ്. അതിനകത്ത് എക്സ്ട്രയുടെ കമ്പനി ആണെങ്കിൽ നമുക്ക് റേറ്റ് കുറവായിരിക്കും. എക്സ്ട്രാ ആണ് എനിക്ക് പ്രിഫർ ചെയ്യാനായിട്ട് പറ്റും. ഷാമ്പൂവിൻ്റെ ഒക്കെ വില കേട്ടോ. ഡോവിൻ്റെ ഒരെണ്ണത്തിന് 1.79. റെക്സോണ നമ്മുടെ പണ്ടത്തെ സോപ്പ് 2.75. വീട്ടിൽ റെക്സോണാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാറ്. എക്സ്ട്രയുടെ സോപ്പിന് 3 8.5 ഉള്ളൂ. പിന്നെ ഡോവിൻ്റെ ഹാൻഡ് വാഷ് അതിന് 1.79. പിന്നെ അതേ ഷവർ ജെല്ലിന് ഇതിന് വിലക്കുറവാണ് കേട്ടോ. 1.99 ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് നല്ല സ്മെല്ലുണ്ടാവും. ഡോവിൻ്റെ ഉണ്ട് ഷവർ ക്രീം, പക്ഷെ വില കൂടുതലാണ്. നമ്മൾ സോപ്പിന് പകരം ഉപയോഗിക്കുന്നത്. കുട്ടികളുടെ ബ്രഷ് സാധനങ്ങൾ, കുഞ്ഞുങ്ങളുടെ തന്നെ പേസ്റ്റ് പലതരത്തിലുണ്ട്. കുട്ടികളുടെ സ്കെച്ച്
പിന്നെ അത്യാവശ്യം വേണ്ട സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ഇത് ഇവിടെ ഉണ്ട്. സ്കെച്ച്, പെന, പെൻസില്, ബുക്ക്. ഈ സൈഡിലാണെങ്കിൽ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം, ലെമൺ സ്പ്രേ, ഇതൊക്കെ നമ്മളുടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിനിപ്പോൾ 1.75 അതിന്. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണത് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. തിരികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ചില പാർട്ടികളൊക്കെ നടത്തുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പ്ലേറ്റുകൾ, കാര്യങ്ങൾ, ഡിസ്പോസിബിൾ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ചെറിയ വിലയുള്ളൂ, 2.5 യൂറോയൊക്കെ ഉള്ളൂ. ഒത്തിരി 10-20 പ്ലേറ്റൊക്കെ ഉണ്ടാവും. ടോർച്ച്, ബൾബ് സാധനങ്ങളൊക്കെ കണ്ടോ. നമുക്കിവിടെ സെൽഫായിട്ട് നമുക്ക് ബില്ലടിക്കുകയും ചെയ്യാം. കാർഡ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് ബില്ലടിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ ഷോപ്പിങ്ങിന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഇതേ വണ്ടിയുടെ അടിയിലാണ് കേട്ടോ സ്റ്റോർ ചെയ്തേക്കുന്നത്. വേറെ 2 ബേബീസിനെയും കൊണ്ട്, ട്വിൻസിനെയും കൊണ്ട് ഒരു സ്ട്രോളർ പോകുന്നുണ്ട്. അവർ ഞങ്ങളെ പോലെ തന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുന്നതാണ്. അപ്പം പിള്ളേർ ഏകദേശം ഇത്ര നേരം കുഴപ്പമില്ലാണ്ടൊക്കെ കിടന്നു. പിന്നെ ആണെങ്കിൽ വീണ്ടും അവർ എണീറ്റ് തുടങ്ങി. അപ്പോൾ വേഗം തന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. സീൻ വഷളാവുന്നതിന് മുന്നേ നമുക്ക് വീട്ടിലേക്ക് പോവാം. സിഗ്നല് നടക്കാനുള്ള സിഗ്നലാണ്. നേരെ നടന്നോ. ഇന്ന് കുറച്ചു നേരം അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി നാളെ ഇതേപോലെ നല്ല കാലാവസ്ഥയാണെങ്കിൽ നാളെയും ഞങ്ങൾ അത്യാവശ്യം ഇവിടെ എവിടെയെങ്കിലും അടുത്ത് എവിടെയെങ്കിലും പോകണമെന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് കയ്യിലെടുക്കാവോ, പോണ വഴിക്ക് കരഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള ഒരു നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ദിവസമായിട്ടാണ് വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം വീട്ടിൽ എത്തുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.